വെൽക്കം ടു മെട്രിക്സ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഇങ്ങനെയാണ് സ്ലോപ്പ് റൂഫ് ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലോപ്പ് റൂഫിൻ്റെ ഔട്ട്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സ്ലോപ്പ് റൂഫ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ കൺസ്ട്രക്ഷൻ ലൈൻ XL കൊടുത്തു, എന്നിട്ട് അതിന് ആംഗിൾ നമ്മൾ 45 ഡിഗ്രി നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ റൂഫ് ലൈനിൻ്റെ ഈ ഓരോ കോർണേഴ്സ് ഒന്നും എന്താണ് റൂഫിൻ്റെ ഹിപ്പ് ലൈൻസ് വരാനുണ്ട് അല്ലേ. സോ നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യുന്നത്, നമ്മൾ മിറർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിഡ് പോയിന്റ് ചൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് അതിനെ മിറർ ചെയ്തു. ഇനി അതിനെ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കി വരുന്ന പോർഷൻസ് നമ്മളൊന്ന് ട്രിം ചെയ്തിട്ട് നമ്മൾ കളയുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ നിന്നൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്നും ഒക്കെ സ്ലോപ്പ് വരാനുണ്ട് അല്ലേ, അതായത് റൂഫിന്റെ ഹിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. അതുപോലെ അടുത്തൊരു കോർണർ പോയിന്റിലേക്കും നമ്മൾ ഈ ഒരു സ്ലോപ്പിനെ നമ്മൾ അവിടെ കൊണ്ടിട്ട് പ്ലേസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സ്ക്വയറിന്റെ സ്ലോപ്ഡ് റൂഫ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതൊരു പിരമിഡൽ ഷേപ്പാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് സ്ലോപ്ഡ് റൂഫ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കുന്നു, നമ്മൾ ആംഗിൾ 45 ഡിഗ്രി കൊടുത്തു, നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, അതിനൊന്ന് ജസ്റ്റ് മിറർ ചെയ്ത് കൊടുക്കുക. മിറർ ചെയ്തു, ബാക്കി വരുന്ന പോർഷൻസ് നമ്മളൊന്ന് ഇവിടെ ഫില്ലറ്റ് ചെയ്തിട്ടു. ഓക്കെ, ട്രിം ചെയ്ത് കൊടുക്കുന്നതിൽ നല്ലത് ജസ്റ്റ് അതൊന്ന് ഫില്ലറ്റ് ചെയ്തിടുന്നതാണ്. ബാക്കി ഈ താഴെ വരുന്ന പോർഷൻസ് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതുപോലെ ഹിപ്പ് എവിടെ നിന്നൊക്കെ വരും, ഈ ഒരു പോയിന്റിൽ നിന്നും ഹിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവിടെ വരക്കാം, അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി വരച്ചതുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. കോപ്പി ചെയ്തിട്ട് ഓക്കെ ആ പോയിന്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മിറർ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അത് മീറ്റ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മൾ സ്ലോപ്പിന്റെ റിഡ്ജ് ലൈൻ ആണ് വരക്കാനുള്ളത്. ഓക്കെ, ഇതിന്റെ ടോപ്പ് ഇതിനെയും ഈ ഒരു പോയിന്റിനെയും കണക്ട് ചെയ്തിട്ട് റൂഫിന്റെ റിഡ്ജ് ലൈൻ വരും. ഓക്കെ, അപ്പം ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിന്റെ സ്ലോപ്ഡ് റൂഫ് ലൈൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, എന്താണ് ഹിപ്പ് എന്താണ് റിഡ്ജ് എന്നുള്ളതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. കമ്പോണന്റ് പാർട്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഒരു റെക്ടാങ്കുലർ ഷേപ്പിന്റെ റൂഫ് ലൈൻ വരുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഈ ഒരു ഷേപ്പ്, ഇതിനെങ്ങനെയാണ് സ്ലോപ്ഡ് റൂഫ് ലൈൻ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി വരച്ചത് ഇവിടെയുണ്ട്. സോ ഞാനിപ്പം എളുപ്പത്തിന് അത് തന്നെ കോപ്പി ചെയ്ത് വെക്കുന്നു. ഓർ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വരക്കാം. ഓക്കെ, ഒരു കോർണർ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സ്ലോപ്പ് അതായത് ഹിപ്പ് നമ്മൾ വരച്ചു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മിറർ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അതിനെ മിറർ ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു ലൈനും തമ്മിൽ മീറ്റ് ചെയ്തു. ഇനി ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ഒരു റിഡ്ജ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. സോ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ റിഡ്ജ് ലൈൻ നമ്മൾ വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു റിഡ്ജിലേക്ക് എവിടെ നിന്നുള്ള സ്ലോപ്പ് വന്ന് മീറ്റ് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന സ്ലോപ്പ് ഇതിലേക്ക് മീറ്റ് ചെയ്യും. സോ ഇതിനെ നമ്മൾ കോപ്പി എടുത്തു, എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, അതിനെ ഒന്ന് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് തമ്മിലൊന്ന് ഫില്ലറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ഇവിടുന്ന് വരേണ്ടത്, അപ്പൊ നിങ്ങളൊരു ചെറിയൊരു ട്രിക്ക് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു പോയിന്റിൽ 3 ലൈൻസ് ആണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അതായത് 2 ഹിപ്പും ഒരു റിഡ്ജ് ലൈനും ഒരു പോയിന്റിൽ. സോ ഈ ഒരു പോയിന്റിൽ ഇപ്പം ഒരു റിഡ്ജ് ലൈനും ഒരു ഹിപ്പും ആണുള്ളത്. സോ ഒരെണ്ണം എന്തുകൂടി വരണം, ഒരു ഹിപ്പ് കൂടി. സോ നമുക്ക് ഈ കാണുന്ന ലൈനിനെ ഒന്ന് മിറർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ മിറർ ചെയ്തു, അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ലൈനിലേക്ക് എവിടെ നിന്ന് വരുന്ന ലൈൻ മീറ്റ് ചെയ്യണ്ട, ഈ ഒരു പോയിന്റിൽ നിന്ന് വന്നിട്ട് മീറ്റ് ചെയ്യും. സോ ഇതിനെ ഞാൻ എടുത്തു,
ഈ ഒരു പോയിന്റിലേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഈ രണ്ട് ലൈനും തമ്മിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ നമുക്ക് രണ്ട് ഹിപ്പ് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് അവിടുന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ഒരു റിഡ്ജ് ലൈൻ. സോ ലൈൻ എടുത്തിട്ട് ഇവിടുന്ന് ഒരു റിഡ്ജ് ലൈൻ വരച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടത്തേക്ക് മീറ്റ് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ഗേബിൾഡ് റൂഫ് ആയിരിക്കും അല്ലെ? ഈ ഒരു പോർഷൻ രണ്ട് സൈഡ് മാത്രം സ്ലോപ്പ് വരുന്നത് കിട്ടും. ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഇവിടുന്നും കൂടി നമുക്ക് സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതാ ഇതെടുത്തു, ഇതിനെ കോപ്പി ചെയ്തിട്ട് ഈ ഒരു പ്ലേസ് ഇവിടെ കൊടുത്തു. ഓക്കെ, അതുപോലെ ഇവിടുന്ന് വരാനുണ്ട് അല്ലേ? ഇതെടുത്തു, ഈ ഒരു ലൈനെ കോപ്പി ചെയ്തിട്ട് അവിടെ വെച്ചു, എന്നിട്ട് അതിനെ ഫില്ലറ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈനെ മിറർ ചെയ്തിട്ടാലും മതി. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ റിഡ്ജ് ലൈനെ അതൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പം ഈ ഒരു ഷേപ്പിന്റെ സ്ലോപ്പ് റൂഫ് ലൈൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? വേണമെങ്കിൽ ഒരു ഫിഗറും കൂടി കാണിച്ചു തരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിന് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെടുത്തു, ഒരു ലൈൻ എടുത്തിട്ട് കോപ്പി ചെയ്തു, ഈ ഒരു പോർഷനിലേക്ക് ഇവിടെ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? ഈ ഒരു പോയിന്റിനും ഈ ഒരു പോയിന്റിനും ഒക്കെ അല്ലെ? ഓരോ കോർണർ പോയിന്റ്സ് എന്ത് വരാനുണ്ട്? ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ വരാനുണ്ട്? ഇതാ ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഒരു ഇവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ഫില്ലറ്റ് ചെയ്തിട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വരണം? ഇവിടെ രണ്ട് ഹിപ്പ് ലൈൻസ് മീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒരു റിഡ്ജ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ ഒരു റിഡ്ജ് ലൈനിലേക്ക് എവിടെ നിന്നാ വരിക? അതാ ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വന്ന് മീറ്റ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ കോപ്പി എടുത്തു, ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ മീറ്റ് ചെയ്തു. അപ്പൊ ആ മീറ്റ് ചെയ്യുന്ന പോർഷൻ ഒന്ന് ഫില്ലറ്റ് ചെയ്തിടാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഈ ഒരു പോയിന്റിൽ ഒരു റിഡ്ജും ഒരു ഹിപ്പും ആണുള്ളത്. സോ ഇതിനെ തന്നെ നമുക്കൊന്ന് മിറർ ചെയ്ത് കൊടുക്കാം. മിറർ ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ലൈനിലേക്ക് എവിടുന്ന് വരുന്നതാ മീറ്റ് ചെയ്യുക? ഇവിടുന്ന് വരുന്ന ഒരു ഹിപ്പ് ലൈൻ ഇവിടത്തേക്ക് മീറ്റ് ചെയ്യും അല്ലേ? നമുക്ക് നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ബാക്കി വരുന്ന ഇതിനൊന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഫില്ലറ്റ് ചെയ്തിട്ട് കൊടുത്തു. ഈ ഒരു പോർഷൻ ഇങ്ങനെ വരും. ഇനി ഈ ഒരു പോയിന്റിൽ ഇപ്പം രണ്ടെണ്ണം, ഒരു ഹിപ്പും രണ്ട് ഹിപ്പാണ് വന്നിട്ട് മീറ്റ് ചെയ്യുന്നത് അല്ലേ? ഇനി അവിടുന്ന് ഒരു റിഡ്ജ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി എവിടെ നിന്നൊക്കെ വന്ന് മീറ്റ് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അതാ ഇവിടെ നിന്നൊക്കെ സ്ലോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെടുത്തു, ഈ ഒരു പോയിന്റിലേക്ക് പ്ലേസ് ചെയ്തു, ഇതിനെ തന്നെ ഒന്ന് മിറർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അതിനെ മിറർ ചെയ്തു, എന്നിട്ട് ഇതിനെ ഫില്ലറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നിന്ന് എന്ത് വരാനുണ്ട്? ഒരു റിഡ്ജ് ലൈൻ അല്ലേ? ഈ റിഡ്ജിലേക്ക് എവിടുന്ന് വരുന്ന സ്ലോപ്പ് മീറ്റ് ചെയ്യും? ഇവിടുന്ന് വരുന്നത് അവിടത്തേക്ക് മീറ്റ് ചെയ്യും. സോ ഇതിനൊന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടേക്ക് പ്ലേസ് ചെയ്യുക, അതിനൊന്ന് ഫില്ലറ്റ് ചെയ്തിടുക. ഓക്കെ, ഇനിയോ ഇവിടുന്ന് ഇതിനെ ഈ ഒരു ഹിപ്പ് ലൈനിനെ മിറർ ചെയ്താൽ ഇവിടെ കിട്ടും. എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ മിറർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതവിടെ വന്നു. ഇനി ഇതിലേക്ക് മീറ്റ് ചെയ്യുന്ന റിഡ്ജ് ലൈന് അതിനെ വെച്ചിട്ട് അവിടെ നിന്ന് ഫില്ലറ്റ് ചെയ്തിടുക. ഓക്കെ, ഇനി ഈ പോയിന്റിൽ എന്തൊക്കെയാണ്? ഒരു റിഡ്ജും ഒരു ഹിപ്പും. ഇനി എന്ത് വേണം? അവിടെ ഒരു ഹിപ്പ് ലൈൻ കൂടി വേണം. അപ്പൊ ഇതിനൊന്ന് മിറർ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി ഈ വരുന്ന ലൈനിലേക്ക് എവിടെ നിന്നുള്ളതാ വന്ന് മീറ്റ് ചെയ്യുക? ഇവിടുന്ന് വരാനുണ്ട് ഒരു സ്ലോപ്പ്. അപ്പൊ ഇതിനൊന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു, എന്നിട്ട് അതിനൊന്ന് ഫില്ലറ്റ് ചെയ്തിടുക. ഓക്കെ, ഇവിടെ എന്തായി? രണ്ട് ഹിപ്പ് ലൈനെ. ഇനി എന്ത് വരാനുണ്ട്? ഒരു റിഡ്ജ് ലൈൻ വരാനുണ്ട്. റിഡ്ജ് എടുത്തു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരും റിഡ്ജ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഇനി ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ ഹിപ്പ് ഉണ്ട്, ഹിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുന്ന്. അതുപോലെ തന്നെ ഇതിനൊന്ന് മിറർ ചെയ്ത് കൊടുക്കുക, മിഡ് പോയിന്റ് കാണിച്ചു കൊടുത്തിട്ട് മിറർ ചെയ്യുക. ഈ റിഡ്ജിന്റെ ആ ഒരു ടിപ്പ് നമുക്കൊന്ന് ട്രിം ചെയ്ത് കളയാം. ഇങ്ങനെ വരും. അപ്പം ഈ ഒരു ഷേപ്പിന്റെ സ്ലോപ്ഡ് റൂഫ് ലൈൻ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്.